ഹലോ, നിങ്ങൾ എത്ര പേര് ഈ ഡെസ്റ്റിനി എന്നുള്ള സാധനത്തിൽ വിശ്വസിക്കുന്നവരാണ്? ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടേണ്ടി വന്ന ഒരാളാണ്. മേ ബി ലൈക്ക് ഞാൻ പറയുന്ന ഈ സാധനം ചിലപ്പോൾ ഈ ഗോഡ്സ് പ്ലാൻ കൈൻഡ് ഓഫ് തിങ് ആയിരിക്കാം കുറച്ച് പേർക്ക്. എനിക്കത് പക്ഷേ കുറച്ചുകൂടി ഡെസ്റ്റിനി എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അതായത് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം, ആ സ്ഥലത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് നമ്മൾ എത്തിച്ചേരും. അതിലേക്കുള്ള എല്ലാ സാധനങ്ങളിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഒരു പ്ലാനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ കുറേ സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്ന്. അതായത് ഞാനൊരു പ്ലാൻ വിചാരിക്കുകയും ചിലപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും, പക്ഷേ വേറൊരു സാധനത്തിലേക്ക് എനിക്ക് ആ സമയത്ത് ആ മൊമെൻറ്റിൻ്റെ ആവശ്യകത കൊണ്ട് എനിക്ക് മാറേണ്ടി വരികയും പിന്നെ ലേറ്റ്ലി എത്തിപ്പെട്ട സാഹചര്യം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നും, ഞാൻ പ്ലാൻ ചെയ്ത സാധനത്തിന് എന്തോരം ബെറ്ററായിരുന്നു നമ്മളിപ്പോൾ എത്തിയ സ്ഥലമെന്ന്. അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ MSc കഴിഞ്ഞ സമയത്ത് PhD എന്നുള്ള സാധനം പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഗേറ്റിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോയിരുന്നു. അതും പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഗേറ്റിൽ നല്ല സ്കോർ വാങ്ങി ജോലിക്ക് കയറുക ഏതെങ്കിലും സർവീസിൽ എന്നുള്ള പോലെ ആയിരുന്നു. വല്ല ONGCയിലോ പാർക്കിൻ്റെ എക്സാമിനൊക്കെ ഇത് കിട്ടാനോ അങ്ങനത്തെ സെറ്റപ്പിനായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഈ VSSC അങ്ങനത്തെ ആ സീസണിൽ അങ്ങനെ കുറേ എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു. പാറ്റൻറ്റ് ഓഫീസർ അതിനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു പൊട്ടഭാഗ്യത്തിന് അതായത് ചിലപ്പോൾ എനിക്ക് വരാനുള്ള വഴി ഇതായിരിക്കും, PhD ആയിരിക്കും. ആ എക്സാമുകളൊക്കെ ക്യാൻസലാവുക മാത്രമല്ല, രണ്ടാമത്തെ എക്സാം സമയങ്ങളിലൊന്നും എനിക്കത് അപ്പിയർ ചെയ്യാൻ പറ്റാത്ത പോലെ ഞാൻ അപ്ലൈ ചെയ്ത വേറെ എന്തൊക്കെയോ സാധനങ്ങൾക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ എനിക്ക് ഇതിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് PhD ചെയ്തേക്കാം, അല്ലെങ്കിൽ അത് ട്രൈ ചെയ്തേക്കാം. നമ്മളങ്ങനെ വിചാരിച്ചു നാട്ടിലുള്ള എല്ലായിടത്തും അപ്ലിക്കേഷൻ കൊടുക്കുന്നു. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഈ ഉള്ള ലെവലിൽ എത്തിച്ചേരുന്നു. മനസ്സിൽ എവിടെയൊക്കെയോ ഉള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എക്സ്പ്രസ് ആവുന്ന പോലെ എനിക്ക് വർക്ക് ചെയ്യാൻ ഉള്ളതുകൊണ്ട് എവിടെയോ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇപ്പം ഞാൻ അതിൽ ഹാപ്പിയാണ്. ഞാനൊരു വർക്ക് പബ്ലിഷ് ചെയ്തു. ഐ ഹോപ്പ് കുറച്ചുകൂടി നന്നായി വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഭാവിയിൽ കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും കുഞ്ഞേ സാധനത്തിന് വേണ്ടി യൂണിവേഴ്സ് ഫുൾ സപ്പോർട്ട് തരുന്ന സാധനങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഡു യു ബിലീവ് ഇൻ യുവർ ഡെസ്റ്റിനി?